من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن. الله سبحانه وتعالى നമ്മുടെ ഈ നമ്മളെ പൊരുത്തപ്പെട്ട രീതിയിലാക്കി മാറാവട്ടെ. നമ്മിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വവിധ പാവങ്ങളും സർവശക്തനായ പടച്ചതമ്പുരാൻ വിട്ടുകൊടുത്ത് മാഫാക്കിമാറാവട്ടെ. വലിയ ഹൈറും സന്തോഷവും അല്ലാഹു നൽകി വലിയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അല്ലാഹു നമുക്ക് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രതികൂലതയിൽ നിന്ന് അല്ലാഹു നമ്മളെ സലാമത്താക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ റമദാൻ കടന്നു വന്ന് റമദാൻ മാസത്തിലെ നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരുപാട് വയലുകളും പ്രഭാഷണങ്ങളും കേൾക്കുന്ന നമ്മൾ റമദാനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേൾക്കുകയും മനസ്സിലാക്കുകയും ക്ലാസ്സുകളും മറ്റുമെല്ലാം കേട്ട് വിശുദ്ധ റമദാന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കപ്പെട്ടവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നത് കാണാം, ഒരു മനുഷ്യന് ഏറ്റവും വലിയ അനുഗ്രഹം ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു നൽകിയത് വിശുദ്ധ റമദാൻ. കാരണം റമദാൻ മാസം അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയത് എന്തുകൊണ്ടാണ്? ഒരു മുഅ്മിനായ മനുഷ്യന് ദോഷങ്ങൾ സംഭവിച്ചു പോയാൽ അവരെ അല്ലാഹു തആല നരകത്തിലിട്ട് ശിക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചിരുന്നുവെങ്കിൽ അല്ലാഹു അവനിക്ക് വിശുദ്ധമായ റമദാനും അതുപോലെ സൂറത്തും കൊടുക്കുമായിരുന്നില്ല എന്ന് അവിടുന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുക. അപ്പൊ അല്ലാഹു തആല ഒരു അടിമയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. അവനിപ്പോ കഴിവതും അല്ലാഹു തആല അവർക്ക് മാപ്പ് കൊടുക്കുകയും അവന് പുറത്തു കൊടുക്കുകയും റമദാൻ വരുന്നുണ്ട്, നിങ്ങളുടെ ദോഷം നിങ്ങളുടെ ദുആ സ്വീകരിക്കുന്ന മാസമാണ് റമദാൻ എന്ന് അല്ലാഹു പറയുകയും അതുകൊണ്ട് റമദാനിൽ നിങ്ങൾ നന്നായി അല്ലാഹുവിന്റെ തൗബ ചെയ്തോ എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. നന്നായി നിങ്ങൾ തൗബ ചെയ്തോ, നിങ്ങളുടെ ദോഷം അല്ലാഹു പുറത്തു തരും. അതുപോലെ വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും പല ദിക്റുകളും പല സൂറത്തുകളും അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ ഇതൊക്കെ ചൊല്ലിയാൽ നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകും, അതുപോലെ നരകമോചനം ലഭിക്കാൻ നിങ്ങൾക്ക് അത് കാരണമാകും എന്നൊക്കെ പറഞ്ഞു അല്ലാഹു തആല ഒരു അടിമ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അല്ലാഹു തആല അവിടുന്ന് ഓരോ മനുഷ്യരോടും പറഞ്ഞു തരികയാണ്. ചുരുക്കി പറഞ്ഞാല് അല്ലാഹു തആല ഒരു മനുഷ്യനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഓഫറുകളൊന്നും അല്ലാഹു നൽകുമായിരുന്നില്ല. റമദാനെ കുറിച്ചിട്ട് തന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? റമദാൻ മാസം ഒരാൾക്ക് കടന്നു വന്നാൽ ആ റമദാൻ മാസത്തിൽ സാധാരണ ചെയ്യുന്ന സുന്നത്തുകൾക്ക് അല്ലാഹു തആല ഫർദിന്റെ കൂലി കൊടുക്കുന്നു. സാധാരണ ചെയ്യുന്ന ഫർദുകൾക്ക് 70 ഇരട്ടി ഫർദിന്റെ കൂലി അല്ലാഹു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ഓഫറുകൾ വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല നൽകുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് മഹാനായ അബീ ഉമാമ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് മുർനി യഅ്മുർ ആഖിറഹു അൻക, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരണം നബിയെ. എങ്ങനെ പിടിച്ചു നിൽക്കാനാണ്? തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ, എനിക്ക് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ, എന്റെ ശരീരത്തെ തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു അമൽ, ഒരു പ്രവൃത്തി എനിക്കെന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, നീ നോമ്പെടുത്തോ, നോമ്പെടുത്താൽ അതുപോലെ നിന്നെ പിടിച്ചു നിർത്തുന്ന മറ്റൊരു വസ്തുവും ഇല്ല എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ അവിടുന്ന് മഹദി അവർകൾ പറയുന്നു, മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറയാത്ത കാലത്തോളം നോമ്പുകാരൻ ഇബാദത്തിലാണ്. മഹദി അവർകൾ പറയുന്നു, ഞാൻ നോമ്പ് നോക്കിയാൽ ഞാൻ അവിടെ നിന്ന് കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങിയാൽ ഒരു മനുഷ്യൻ നോമ്പുകാരന്റെ ഉറക്കം ഇബാദത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പുകാരൻ കിടന്നുറങ്ങൽ ഇബാദത്താണ്. ഒരാള് ഗീബത്ത് പറഞ്ഞാൽ അവന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും, നോമ്പ് മുറിഞ്ഞു പോകും, നോമ്പ് കിട്ടൂല, നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താണ് ഗീബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ചോദിക്കുന്നു, അതദറൂന മൽ ഗീബ? ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്ത് അറിയോ സഹാബ? സഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹാബത്ത് പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും റസൂലിനെ അറിയുള്ളൂ. എന്താണ് നബി ഗീബത്ത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ദിക്റു അഹാക ബിമാ യക്റഹു. നിന്റെ സഹോദരിക്ക് ഇഷ്ടമില്ലാത്ത വാചകം അവനെ കുറിച്ചിട്ട് നീ പറയലാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ. അവൻ ഇഷ്ടമല്ലാത്ത വിഷയം നീ പറയലാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് നമ്മൾ ചോദിക്കുന്ന അതേപോലത്തെ ഒരു ചോദ്യം സഹാബത്ത് തിരിച്ചു ചോദിച്ചു. അഫറഅയ്തു ഇൻകാന ഫീ അഖീ മാ അഖൂലു യാ റസൂലല്ലാഹ്. നബിയെ, ഞങ്ങൾ പറയുന്ന അതേ പ്രവർത്തനം, ആ വിഷയം അദ്ദേഹത്തിൽ ഉണ്ടെങ്കിലോ നബിയെ? ഞങ്ങൾ പറഞ്ഞത് തെറ്റൊന്നുമല്ല, ഞങ്ങൾ പറയുന്ന അതേ പ്രവൃത്തി ചെയ്യുന്നവരാണ്, ആ തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാലോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇൻകാന ഫീഹി മാ തഖൂലു ഫഖദ് ഇഗ്തബതു വ ഇല്ലം യകുൻ ഫീഹി ഫഖദ് ബഹഖഹു. നിങ്ങൾ പറഞ്ഞു, അവരിലുള്ള സംഭവം മറ്റൊരാളോട് പറയലാണ് ഗീബത്ത്, അവരില്ലാത്തത് പറയൽ കളവാണ് സഹാബ. നോമ്പ് നോക്കിയിട്ട് ഹഫ്സ ബിൻത് സീരീൻ തങ്ങൾ മഹദി പറയുന്നത്, നോമ്പ് നോക്കിയിട്ട് ഒരാളെ കുറിച്ചിട്ട് അവനിൽ ഉള്ളതാണെങ്കിലും ശരി ഇല്ലാത്തതാണെങ്കിലും ശരി ഒരാളെ കുറിച്ചിട്ട് മോശം പറഞ്ഞാൽ അവന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോയി, അവന്റെ നോമ്പിന്റെ കൂലി കിട്ടുകയില്ല, വെറുതെ അവിടുന്ന് പട്ടിണി കിടന്നതിന് തുല്യമാണ്. ഒരാള് ദുനിയാവിൽ വെച്ചിട്ട് തന്റെ സഹോദരന്റെ പച്ചമാംസം തിന്നാൽ ഖിയാമത്ത് നാളിൽ അവന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും, നാളെ മഹ്ശർ ലോകത്ത് കൊണ്ടുവരും. എന്താ കൊണ്ടുവരുന്നത്? ഒരു ശവം കൊണ്ടുവരും, ചത്ത് നാറുന്ന ഒരു ശവം കൊണ്ടുവരും. എന്നിട്ട് പറയും, നീ ദുനിയാവിൽ മറ്റുള്ളവന്റെ പച്ച മാംസം തിന്നിട്ടുണ്ട്, മറ്റുള്ളവനെ കുറിച്ചിട്ട് നീ നോമ്പ് നോക്കിയവനാണ് കുറ്റം പറഞ്ഞു, മറ്റുള്ളവന്റെ കുറവുകൾ ഇങ്ങനെ പറഞ്ഞവളാണ്, മറ്റുള്ളവനെ കുറിച്ചിട്ട് ഇങ്ങനെ വല്ലാത്തതും ഉള്ളതും ഇങ്ങനെ പറഞ്ഞ് അവനെ കുറിച്ചിട്ട് മോശം പറഞ്ഞ് നടന്നവനാണ്. അതുകൊണ്ട് ഈ ശവം നീ തിന്നോ എന്നതാണ് മഹ്ശർ ലോകത്ത് പറയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും നബി തങ്ങളും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വലിയ വളരെ മോശമായ വളരെ നാറുന്ന ഒരു കാറ്റിങ്ങനെ അടിച്ചു വീശി, വളരെ വാസനയുള്ള ഒരു കാറ്റിങ്ങനെ അടിച്ചു വീശാൻ തുടങ്ങി, ഞങ്ങളിലേക്ക് വരാൻ തുടങ്ങി. ഇത് വന്നപ്പോ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതദറൂന മാ ഹാദിഹി റീഹ്, ഈ കാറ്റ് എന്താണെന്ന് അറിയോ സഹാബ? ഈ വാസന എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? സാദിഹി റീഹത്തുൽ റീഹുല്ലദീന യഗ്താബൂനൽ മുഅ്മിനൂൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സഹാബ, ഈ വാസന, ഈ നാറ്റം, ഈ കാറ്റ് എന്താണെന്ന് അറിയോ? യഗ്താബൂനൽ മുഅ്മിനൂൻ, ദുനിയാവിൽ വെച്ച് മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞവരുടെ വാസനയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദുനിയാവിൽ മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശം പറഞ്ഞ ആളുകളുടെ വാസനയാണ് സഹാബ അവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് നോക്കിയിട്ട്
ഒരാളെ കുറിച്ചിട്ട് മോശമായത് ഒരാളെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാൻ പാടില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ വലിയ പവറുള്ളതാണ്. സൽമാൻ ദാറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് നോമ്പെടുത്തു. എപ്പോഴാ നോമ്പെടുത്തത്? നല്ല ചൂടുള്ള സമയം. ഇപ്പോൾ നമുക്ക് വല്ലാതെ ചൂടാണ്. നോമ്പ് നോക്കുമ്പോ വല്ലാത്ത ക്ഷീണം ബാധിക്കുന്നുണ്ട്. ഈ ചൂടുള്ള സമയത്ത് മഹാനായ സൽമാൻ ദാറാനി റളിയല്ലാഹു അൻഹു നോമ്പെടുത്തു. നോമ്പെടുത്തിട്ട് അന്നത്തെ ദിവസം നോമ്പ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോ സൽമാൻ ദാറാനി തങ്ങളുടെ അടുക്കിലേക്ക് ഒരാള് കടന്നു വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മഹാനായ സൽമാൻ ദാറാനി തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾ വിൽക്കുന്നുണ്ടോ, കച്ചവടം ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് 1000 ദിർഹം ഞാൻ തരാം, നിങ്ങൾ ആ നോമ്പിന്റെ കൂലി എനിക്ക് തരുമോ? മഹാനായ സൽമാൻ ദാറാനി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാനത് കൊടുക്കുന്നില്ല, ഞാൻ നൽകുന്നില്ല. അവൻ പറഞ്ഞു, 2000 ദിർഹം തരാം. ഇല്ല. അപ്പൊ ചോദിച്ചു, മൂന്നാമതും പറഞ്ഞു, അതിനും കൂട്ടിത്തരാം. പക്ഷേ മഹാനവർകൾ പറഞ്ഞില്ല, ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്ത് തന്നാലാണ് ആ കൂലി എനിക്ക് നിങ്ങൾ തരിക? നിങ്ങൾ എന്ത് തന്നാലാണ് ആ കൂലി എനിക്ക് തരിക? അപ്പൊ പറഞ്ഞു, ഞാൻ അത് വിൽക്കാനല്ല ഞാൻ നോമ്പ് നോക്കിയത്. ഞാൻ എന്റെ റബ്ബിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചൂട് സമയത്ത് വല്ലാതെ വിഷമിക്കുമ്പോ, വല്ലാതെ പ്രയാസപ്പെടുമ്പോ ഞാൻ നോമ്പെടുത്തത് എന്ന് മഹാനായ സൽമാൻ ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സൽമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനോട് ആ വന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ മലക്കാണ്, ഞാൻ നിങ്ങളെ പരിശോധിക്കാനാണ് വന്നത്. നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സ്വർഗം കിട്ടാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ നോമ്പെടുത്തതെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹ് നിങ്ങൾക്ക് സ്വർഗം കരസ്ഥമാക്കിയിട്ടുണ്ട്. കാരണം എന്ത്? നിങ്ങളുടെ നോമ്പ് വല്ലാതെ റബ്ബിന് ഇഷ്ടപ്പെട്ടു പോയി, വല്ലാതെ ഇഷ്ടമായി പോയി റബ്ബിന്. അത്രയും നല്ല നോമ്പാണ് നിങ്ങളുടെ നോമ്പ്. കാരണം വല്ലാതെ ചൂട് സമയത്ത് അള്ളാഹുവിനെ മാത്രം വജഹിനെ മാത്രം കരുതിയിട്ട് നിങ്ങൾ എടുത്ത നോമ്പ് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാനായ സൽമാൻ ദാറാനി റളിയല്ലാഹു അൻഹുവിനോട് വന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന നോമ്പ് കുറ്റമറ്റ നോമ്പായിരിക്കണം. എങ്ങനെയാ കുറ്റമറ്റ നോമ്പാവുക? നമ്മളുടെ നോമ്പ്, ഈ നോമ്പ് നമ്മുടെ വയറ് മാത്രം പട്ടിണി കിട്ടാൻ പോരാ. നമ്മൾ വയറ് മാത്രം വെള്ളം കുടിക്കണില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നും ചെയ്യാതെ നമ്മൾ വല്ലാതെ പട്ടിണി കിടക്കുകയാണ്. നല്ല ചൂടുള്ള സമയത്ത് വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, നാം മാറ്റി വെക്കുന്നു. എല്ലാം മാറ്റി വെച്ചിട്ട് നോമ്പെടുക്കുന്നു. വലിയ ക്ഷീണത്തോടെ നമ്മൾ നോമ്പെടുക്കുന്നു. പക്ഷേ അവിടെ ചിന്തിക്കേണ്ടത്, ഉമ്മമാര് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്, എന്റെ നോമ്പ് വയറ് മാത്രം പട്ടിണിയാണോ? എന്റെ നാവിന് നോമ്പുണ്ടോ? എന്റെ കണ്ണിന് നോമ്പുണ്ടോ? എന്റെ കയ്യിന് നോമ്പുണ്ടോ? എന്റെ കാലിന് നോമ്പുണ്ടോ? എന്റെ സർവ്വ അവയവങ്ങളും നോമ്പാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്താ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്? യുബ്തിലു സവാബ സൗമി, സൗമിന്റെ നോമ്പിന്റെ കൂലിയെ അല്ലാഹ് നഷ്ടപ്പെടുത്തി കളയും. ഇജ്മാഅൽ കദിബ് വൽ ഈബത്തു വൽ മുശാഅതബതു ലിമാ ഖാല റസൂലുള്ളാഹി മല്ലം യദഅ ഖൗല സൂരി വൽ അമൽ ബിഹി ലൈസ ലഹു ആദത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. പട്ടിണിയും വിശപ്പും സഹിച്ച് ദാഹവും സഹിച്ചിട്ട് വെറുതെ പട്ടിണി കിടന്നത് അള്ളാഹ്ക്ക് വേണ്ട. അവന്റെ നാവിലേക്ക് നോമ്പില്ല. അവൻ മറ്റുള്ളവന്റെ ദൈവത്ത് പറയുകയാണ്, അവന് മറ്റുള്ളവരെ കുറിച്ച് നമീമത്ത് പറയാം, അവന് മറ്റുള്ളവരെ കുറിച്ച് കളവ് പറയുകയാണ്. അവന്റെ നാവ് കൊണ്ട് അവൻ മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞുകൊടുക്കുക. അതുകൊണ്ട് അവന്റെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട, വെറും പട്ടിണി മാത്രമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നുണ്ട്. എത്ര നോമ്പുകാരാണ്, എത്ര നോമ്പുകാരാണ്, അവർക്ക് വെറും പട്ടിണിയല്ലാതെ അവരുടെ നോമ്പ് കൊണ്ട് മറ്റൊരു കാര്യവും ഇല്ല. കാരണം അവരുടെ നാവ് അവർ സൂക്ഷിച്ചിട്ടില്ല, അവരുടെ മറ്റു അവയവങ്ങളെ അവർ സൂക്ഷിക്കുന്നില്ല. നോമ്പ് നോക്കിയിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ട് ടി വി ഓൺ ആക്കിയിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്തിട്ട് മൊബൈലിലൂടെ യൂട്യൂബുകളിലും മറ്റു സോഷ്യൽ മീഡിയകളിലും അവിടെ നിന്ന് മോശമായത് സിനിമ കാണുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാപ്പിള പാട്ടുകൾ കാണാൻ നോമ്പ് നോക്കിയിട്ട് ഇത് കണ്ടാൽ പിന്നെ നോമ്പ് നോക്കിയത് കൊണ്ട് എന്ത് കാര്യം? നോമ്പ് നോക്കുന്നുണ്ട്, നിസ്കരിക്കാറില്ല.
നിസ്കരിക്കാറില്ല, നിസ്കരിക്കാതെ നോമ്പെടുക്കുന്നു. എന്ത് കാര്യം? പട്ടിണി കൊണ്ടൊരു കാര്യമില്ല. അല്ല പട്ടിണി കിടക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്ന് അല്ല പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞ എന്താണ്? നോമ്പ് നോക്കുന്ന മനുഷ്യൻ അവന്റെ നാവ് എപ്പോഴും ദിക്റിലായിരിക്കണം, അവന്റെ നാവ് എപ്പോഴും തസ്ബീഹിലായിരിക്കണം, അവന്റെ നാവ് എപ്പോഴും ഖുർആനിലായിരിക്കണം, അവന്റെ കണ്ണ് എപ്പോഴും നല്ലതിലേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ഖുർആനിലേക്ക് നോക്കുന്നവന് നാളെ ആ വിശുദ്ധ ഖുർആൻ അവനിക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയെത്ര മുസ്ഹഫുകളാണ്, ഖുർആനുകളാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഖുർആനുകളുണ്ട് വീട്ടിൽ ഷോക്കേസിൽ അവിടെ നിന്ന് നല്ല കാണാൻ വേണ്ടിയിട്ട് നല്ല ചന്തത്തിൽ ഒരുപാട് മുസ്ഹഫ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. അട്ടിയട്ടിയായിട്ട് മുസ്ഹഫ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിട്ട് വെച്ചതാ? ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്ന മുസ്ഹഫുകളാണ്. എല്ലാം അവിടെ നിന്ന് അട്ടി അങ്ങ് അവിടെ നിന്ന് അടക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും മുസ്ഹഫ് ഖുർആൻ ഓതാതെ അവിടെ നിന്ന് വെറുതെ വെക്കാൻ പാടില്ല. ഇനി 4 മുസ്ഹഫുണ്ട് ഒരാളെ വീട്ടിൽ. എന്നാൽ ആ 4 മുസ്ഹഫിലും നമ്മൾ ഓരോ ദിവസം ഓതണം. ഇനി ഓതണില്ല, ആ മുസ്ഹഫിനെ ഓതാറില്ല, അത് വെറുതെ വെക്കുകയാണ്. എന്നാൽ ആ മുസ്ഹഫിനെ ഓതുന്ന വലിയ ആളുകൾക്ക് കൊടുക്കണം. അതും ഇല്ല എങ്കിൽ പള്ളിയിൽ കൊണ്ടുവന്നതിനെ പള്ളിയിലേക്ക് വഖഫാക്കി കളയണം. പള്ളിയിൽ ആരെങ്കിലും അതെടുത്ത് ഓതാതിരിക്കൂല. ഖുർആൻ ഓതാതെ അവിടുന്ന് മുസ്ഹഫ് വീട്ടിൽ വെക്കാൻ പാടില്ല. വെറുതെ മുസ്ഹഫ് അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് വെക്കാനുള്ള സാധനമല്ല മുസ്ഹഫ് എന്ന് പറയുന്നത്. മുസ്ഹഫ് പാരായണം ചെയ്യാനുള്ള ഗ്രന്ഥമാണ്. അത് പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ ആ മുസ്ഹഫ് നമ്മളെ ശപിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നോമ്പുകാർ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട, നോമ്പുകാർ മറ്റൊന്ന് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മന്നദറക റമളാന وعليه من رمضان شيء لم يقضه لم يتقبل منه ومن صام تطوعا وعليه من رمضان شيء لم يقضه فإنه لا يتقبل منه حتى يصومه. റമളാനുകളിൽ നിന്ന് കഴിഞ്ഞ റമളാനിൽ ഖളായി പോയ നോമ്പുകൾ, കഴിഞ്ഞ റമളാനിൽ ഖളായി പോയ നോമ്പുകൾ ഈ റമളാനിൽ എത്തുന്നതിന് മുമ്പ് ആ നോമ്പുകളെ ഖളാ വീട്ടിയിരിക്കണം. സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ റമദാന് എത്തുന്നതിന് മുമ്പ് ആ നോമ്പുകളെ ഖളാ വീട്ടിയിരിക്കണം. പീരീഡ്സിന്റെ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, ആ നോമ്പുകൾ ഈ റമദാനിന് മുമ്പായിട്ട് ഖളാ വീട്ടിയിരിക്കണം. അങ്ങനെ ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ നദറക റമദാന വ അലൈഹി മിൻ റമദാന ശൈഉൻ ലം യഖദിഹി. കഴിഞ്ഞ റമദാനിൽ അവളിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ബാക്കിയുണ്ട്. കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ബാക്കിയുണ്ട്. ആ ബാക്കിയുണ്ടായിരിക്കെ ഈ റമദാൻ അവൾക്ക് എത്തിക്കുകയും ചെയ്തു. അത് അവൾ വീടിയിട്ടില്ല. അത് വീടുന്നത് വരെ അവളുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. കണ്ടോ? അത് നോമ്പ് ആ റമദാൻ എത്തുന്നതിന് മുമ്പ് അവൾ അത് വീടിയിരിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ റമദാൻ വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കണം. നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ട നോമ്പുകളെല്ലാം ഖളാ വീട്ടി. അതിനിടയിൽ ഒരുപാട് സുന്നത്തുകൾ വരുന്നുണ്ട്. സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുമ്പോ ഖളായ നോമ്പുകളുടെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഖളായ നോമ്പുകളൊക്കെ വീടണം. ഖളായ നോമ്പുകളൊക്കെ വീടിയിട്ട് അടുത്ത റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കണം. അങ്ങനെ ഒരുങ്ങി നിന്നില്ല എങ്കിൽ അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കുകയില്ല. കണ്ടോ? വിധങ്ങൾ പറയുന്നു, ഒരു നോമ്പുകാരന്റെ ഏറ്റവും വലിയ പവർ റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഒരു നോമ്പുകാരന് കിട്ടുന്ന ഏറ്റവും വലിയ പവർ വിധങ്ങൾ പറയുന്നു, എന്താ ഫിത്രതിഹി ദഅവത്തുൽ മാ ദഅവത്തുമാ തുറതു. ഒരു നോമ്പുകാരൻ, ആ നോമ്പുകാരന്റെ ദുആ, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ അല്ലാഹു തആല തട്ടുകയില്ല. കണ്ടോ? നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരാളുടെ ദുആ അല്ലാഹു തട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലഅലബിന്ദ ഫിത്രതിഹി ദഅവത്തും മുസ്തജാബത്തുൽ. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അഫ്തറദ അബിലഹു വലദഹു. ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ തങ്ങൾ പറയാം,
ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ വിളിക്കും. വിളിച്ചിട്ടോ എന്റെ കുടുംബത്തെ മുഴുവനും അവിടെ ഇരുത്തിയിട്ട് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ അവിടെ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് നോമ്പുകാരന്റെ ഏറ്റവും വലിയ പവർ. നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കും. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുന്ന ഒരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. ആ സമയത്ത് വെറുതെ സ്വറ പറഞ്ഞിട്ട് സമയം കളയാനല്ല, അല്ലെങ്കിൽ വെറുതെ മൊബൈൽ നോക്കിയിട്ട് സമയം കളയല്ല. സമയം പോകുന്നില്ല, ബാങ്ക് കൊടുക്കുന്നില്ല. മുക്കരിക്കാർക്ക് സമയം തെറ്റിയാന്ന് ഇങ്ങനെ മൊബൈലിൽ നിൽക്കുക, ജ്യൂസ് എടുത്തിട്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് വയ്ക്കുക, ചായ എടുത്തിട്ട് മറ്റേ ജ്യൂസിലേക്ക് വയ്ക്കുക. ഇങ്ങനെയല്ലോ, ഇങ്ങനെ സമയം കളയുന്നതിന് പകരം അവിടെ ഇരുന്നിട്ട് കുറച്ച് ദിക്ർ ചൊല്ലി, കുറച്ച് തസ്ബീഹ് ചൊല്ലി, എല്ലാം ചൊല്ലിയിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പഠിച്ചവനെ എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഏറ്റവും നല്ല ദുആ. എന്താ വെച്ചാൽ അങ്ങനെ എല്ലാം നന്നാക്കണ്ടേ. ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ദുആയാണ് നമ്മുടെ സന്താനം. അല്ലെ, നല്ലൊരു സന്താനം ഉണ്ടായി. ഒരു വാപ്പ വളരെ മോശക്കാരനായി, ഇങ്ങനെ പറഞ്ഞിട്ട് വാപ്പയും ഉമ്മയും മോശക്കാരായി ജീവിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു ഉദ്ദേശം കേട്ടോ. ഒരു വാപ്പയും അല്ലെങ്കിൽ ഒരു ഉമ്മയോ ഏതെങ്കിലും ജീവിതത്തിൽ ഒരു തെറ്റ് ഒരു ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയ്ക്കും വാപ്പയ്ക്കും സ്വാലിഹായ അല്ലെങ്കിൽ സ്വാലിഹത്തായ ഒരു ആണോ പെണ്ണോ നല്ല ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മക്കളെ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സ്വത്ത് ദുനിയാവിൽ വേറെ ഇല്ല. മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു മകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്, പഠിച്ചോനെ എന്റെ ഉമ്മാക്കും വാപ്പാക്കും നീ പൊറുക്കണേ അല്ലാഹ് എന്ന് ഒരു മകൻ ദുആ ചെയ്യുന്നതിലുപരി മറ്റൊരാളുടെ ദുആക്കും അത്ര പവറില്ല. മക്കള് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സന്താനങ്ങൾ വേണം. അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു അങ്ങനെയുള്ള വിഭാഗത്തിൽ കൊടുക്കട്ടെ, നല്ല സന്താനങ്ങളാക്കി തരട്ടെ. ഉമ്മമാര് വളരെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു, മക്കളെ നന്നായി ഇൽമ പഠിപ്പിക്കണം. നമ്മൾ നന്നായി ഇൽമ പഠിപ്പിക്കണം. മതപരമായ കാര്യങ്ങൾ നന്നായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. മക്കൾക്ക് ഇൽമ പഠിപ്പിക്കുമ്പോഴാണ് മക്കൾക്ക് വളർച്ചയുണ്ടാകുന്നത്. അപ്പോഴാണ് മക്കൾ നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നത്. നല്ല സ്വാലിഹായ ഒരു മകനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം വേറെ ഒരു ജീവിതമില്ല, വേറെ ഒന്നും ലഭിക്കാനില്ല നമുക്ക്. നാളെ മഹ്ശറ ലോകത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ചെറുപ്പകാലത്ത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോ മരണപ്പെട്ട മക്കൾ, ഈ മരണപ്പെട്ട മക്കള് നാളെ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് മക്കൾ തെറ്റ് ചെയ്യാത്ത മക്കളാണല്ലോ, ചെറിയ മക്കളല്ലേ. ഈ മക്കളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടത്തും. അങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഈ മക്കളെ നിൽക്കുമ്പോ അതാ അവിടെ നിന്ന് തന്നെ പ്രസവിച്ച ഉമ്മയും തന്നെ തനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത തന്റെ വാപ്പയും ഉമ്മയും വാപ്പയും ഇവിടെ നിന്ന് ദുനിയാവിൽ ചെയ്ത തെറ്റ് കാരണം അവർ നരകത്തിലേക്ക് പോകാൻ വേണ്ടി നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നതായിട്ട് കാണുമ്പോ ഈ സ്വർഗത്തിൽ കിടക്കുന്ന ചെറിയ പിഞ്ചു മക്കൾ, ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ മക്കൾ ഉമ്മയുടെയും വാപ്പയുടെയും തുണിക്കോന്തൽ പിടിച്ചിട്ട് ഹദീസിൽ കാണാം, തുണിക്കോന്തൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവത്രേ, വസ്ത്രം പിടിച്ചിട്ട് അവിടെ നിൽക്കുവത്രേ. എന്നിട്ട് അല്ലാഹുവിനോട് പറയും, പഠിച്ചോനെ ഞങ്ങൾ ഉമ്മയും വാപ്പയും സ്വർഗത്തിൽ വരാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നില്ല, ഞങ്ങളെ കൂടെ ഞങ്ങളുടെ ഉമ്മയും വാപ്പയും ഞങ്ങൾക്ക് വേണം. അല്ലാഹു തആല ഈ കുഞ്ഞിന്റെ ഒരൊറ്റ ഒരു പറച്ചല് കാരണം ആ ഉമ്മക്കും വാപ്പക്കും അല്ലാഹു പുറത്തു കൊടുത്തിട്ട് അവരെ സ്വർഗത്തിൽ കടത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. ഒരു ഉമ്മയും വാപ്പയും മക്കള് തെറ്റ് ചെയ്യുമ്പോ എതിർക്കാത്ത ഉമ്മയും വാപ്പയും, മക്കള് ഹറാമ് ചെയ്യുന്നു, മക്കള് ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഹറാമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, നിസ്കരിക്കാറില്ല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു. ഇങ്ങനെയുള്ള മക്കൾ ഉണ്ടാകുമ്പോ മക്കളെ അവിടുന്ന് വിളിച്ചുണർത്താൻ കൂട്ടാക്കാത്ത ഉമ്മമാർ, വിളിച്ചുണർത്താത്ത വാപ്പമാർ, രാവിലെ എഴുന്നേറ്റുകൊണ്ട് സുബഹിക്ക് പള്ളിയിലേക്ക് നല്ല റാഹത്തായി പള്ളിയിൽ വരുന്ന വാപ്പ, ഈ വാപ്പ മകൻ നിസ്കരിച്ചിട്ടില്ല, മകനെ കിടന്നുറങ്ങുന്നുണ്ട്, ആ മകനെ അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല, വിളിച്ചുണർത്തിയിട്ടില്ല ഈ വാപ്പ. ഇങ്ങനെയുള്ള വാപ്പ
അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. നല്ല ദുആ നിസ്കരിച്ച വാപ്പയാണ്, നല്ലോണം നിസ്കാരമുള്ള വാപ്പയാണ്, നല്ല സക്കാത്ത് കൊടുത്ത വാപ്പയാണ്, നല്ല സ്വാലിഹായ മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് ആ നാട്ടുകാരിൽ എല്ലാവരിലും നല്ല പ്രശംസയാണ്. എല്ലാരും പറയുന്നു ആൾക്കാരെ പോലത്തെ ഒരു മനുഷ്യൻ ദുനിയാവിൽ അത്ര നല്ല മനുഷ്യരാണ്. എപ്പോഴും സുബഹിക്ക് പള്ളിയിലുണ്ടാകും, തഹജ്ജുദ് നിസ്കരിക്കും, നല്ല സക്കാത്ത് കൊടുക്കും, അരുവികളോട് നല്ല പെരുശപ്പാടുണ്ടാകും, നല്ലൊരു മനുഷ്യരാണ്. ആ ഉമ്മയെ കുറിച്ചിട്ട് പറയും നല്ല ഒരു ഉമ്മയായിരുന്നു. പക്ഷേ നാളെ മാഴ്സറയിലെത്തുമ്പോ ഈ ഉമ്മക്ക് നേരെ എതിരെ നിൽക്കും നാട്ടുകാര് നല്ല സപ്പോർട്ട് നിന്ന ഉമ്മ, നാട്ടുകാര് നല്ലത് പറഞ്ഞ ഉമ്മ, നാട്ടുകാര് നല്ലത് പറഞ്ഞ ഹാജിയാര്. നാളെ മാഴ്സറയിലെത്തുമ്പോ നേരെ നമുക്ക് എതിരെ നിൽക്കുന്നു നമ്മുടെ മക്കള്. മക്കള് ചോദിച്ചപ്പോ നല്ല വലിയ തടുപ്പ് പോലത്തെ ഫോണാണ് ഉപ്പക്ക് ദുബൈന്ന് കൊടുത്തയച്ചത്. SLC-യിൽ ജയിച്ചപ്പോ മകന് കൊടുത്തയച്ചത് വലിയ ഫോണാണ്. സുബ്ഹാനല്ലാഹ്, മകള് സമ്മാനമായി ചോദിച്ചത് ഫോണാണ്, അതാണ് വാപ്പ വാങ്ങി കൊടുത്തത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്, അതിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നു. ഒരു മകളുടെ കയ്യിൽ മകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ മകളുടെ കമ്പ്യൂട്ടറിൽ അവള് വെച്ചിരിക്കുന്ന പാസ്വേഡ് എന്താണെന്ന് ഉമ്മക്കും ബാപ്പക്കും അറിഞ്ഞിരിക്കണം. ആ മകൾ എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ബാപ്പക്കും ഉമ്മക്കും അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഫോൾഡറുകൾ ആ മകൾ എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ആ ഉമ്മക്കും ബാപ്പക്കും അറിഞ്ഞിരിക്കണം. അല്ല എങ്കിൽ, അറിയുന്നില്ല എങ്കിൽ, ഉപയോഗിക്കാൻ അറിയാത്തതാണ് എങ്കിൽ അറിയുന്നവരെ കൊണ്ട് ആ മൊബൈലുകളും അതുപോലെ അവരുടെ കമ്പ്യൂട്ടറുകളും ബാപ്പയും ഉമ്മയും ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. കാരണം എന്ത്? അത് സംശയമുള്ളത് കൊണ്ടല്ല, മകളെ സംശയിക്കുന്നത് കൊണ്ടോ, മകനോട് സ്നേഹം കുറഞ്ഞത് കൊണ്ടോ, മകനോട് സ്നേഹം കുറഞ്ഞത് കൊണ്ടോ അല്ല, മകനോട് സ്നേഹമുള്ളത് കൊണ്ടോ, മകളോട് വല്ലാതെ വീഴ്ച കൂടിയത് കൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്തെന്നറിയോ? ഇന്ന് ഒരുപാട് ചതിമലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ചതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉമ്മമാരെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ സൂക്ഷ്മമായി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. ഇന്ന് ഒരുപാട് ചതിമലയങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇതിനിടയ്ക്ക് നിങ്ങൾ വാട്സാപ്പുകളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ഷഹനാസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചെറുപ്പക്കാരനായ മനുഷ്യക്കനെ കുട്ടിയെ വിദ്യാർത്ഥികൾ അവിടുന്ന് അടിച്ചു കൊല്ലുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതെന്താ? അവന്റെ തലയിലും അതുപോലെ മറ്റയിലും ഒക്കെ രക്തം കട്ട പിടിച്ചിട്ടാണ് അവൻ മരണപ്പെട്ടു പോയത്. സുബ്ഹാനല്ലാഹ്. ആ മകന്റെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് എഴുതുന്നു. ഉമ്മ ഒരുപാട് കാലം അവിടെ നിന്ന് ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ ഒരുപാട് അധ്വാനിച്ചു, ഒരു വീട് വെച്ചിട്ട് ഉപ്പാക്ക് പിന്നീട് ഗൾഫിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അവസാനം ഉപ്പയുടെ വീട് വെച്ച കടം തീർക്കാൻ കഴിയുന്നില്ല. ഷഹനാസ് എന്ന് പറയുന്ന പൊന്നുമോൻ ഈ കുടുംബത്തിലെ വലിയ മകനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ആലോചിക്കണം. നമ്മുടെ മക്കളുടെ ഓരോ വഴികളും നമ്മൾ വളരെ ഗൗരവത്തിൽ സൂക്ഷ്മമായി നമ്മൾ ചിന്തിക്കണം, സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ചില ഉപദേശങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ആ ഷഹനാസ് എന്ന് പറയുന്ന പൊന്നുമോന്റെ കുടുംബ പശ്ചാത്തലം എങ്ങനെ? അവസാനം ഈ വീട് വെച്ച കടം തീർക്കാൻ കഴിഞ്ഞില്ല. കടം വാങ്ങിയിട്ട് മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി ഇങ്ങനെ തിരിമറി ചെയ്തിട്ട് ഈ വാപ്പ കടം വീഴുന്നു. അവസാനം തന്റെ എല്ലാ സ്വപ്നമായിരുന്ന വീട്, ആ വീട് വിൽക്കുന്നു. കടക്കാരെ കൊണ്ട് സഹിക്കാൻ കഴിയാതെ വീട് വിറ്റിട്ട് കടം തീർക്കുന്നു. കടം തീർത്തിട്ട് അവസാനം അവർ വാടക വീട്ടിലാ താമസമുള്ളത്. ഈ വാപ്പക്കും ഈ കുടുംബത്തിനും പ്രതീക്ഷയുള്ളത് ഈ മകനെയാണ്. ഈ പഠിച്ചുകൊണ്ട് വളർന്നിട്ട് വല്ല നിലയിലും എത്തിയാൽ ഈ മകൻ ഈ കുടുംബത്തെ പോറ്റണം. ഈ പ്രതീക്ഷയുള്ള മകനെയാണ് അതേ പ്രായത്തിലുള്ള അതേ ഭർത്തവയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ അടിച്ചു വന്നത്. ആരാണ് ഇതിന് പ്രചോദനം കൊടുത്തത്? ആരാണ് ഇവർക്ക് കൊല്ലാനുള്ള അടിക്കാനുള്ള പ്രചോദനം ഉണ്ടായത്? നിങ്ങൾ ഇതിനിടത്തൊരു വാർത്ത കണ്ടു കാണും. ആരോഗ്യമാസിക എന്ന് പറയുന്ന ഒരു മാസികയിൽ ഒരു കുറിപ്പ് വാട്സാപ്പിലൂടെ ഒരിക്കൽ എഴുതി വിടുകയുണ്ടായി. എന്താ സംഭവം എന്നറിയോ? ഒരു 7 വയസ്സുള്ള മകൻ ഒരു കാർട്ടൂൺ കാണുകയാണ്. ഒരു കാർട്ടൂൺ സിനിമ കാണാൻ. എന്താ കാർട്ടൂണിലുള്ളത്? ഒരു മനുഷ്യന്റെ കുടല് കീറിയെടുത്തിട്ട് ആ മനുഷ്യന്റെ കരളെടുത്തിട്ട് ആ കരള് വിഴുകിയാൽ ആകാശത്തിലൂടെ പക്ഷികളെ പോലെ പറക്കാൻ പറ്റും. സിനിമയിൽ കാണിച്ചതാണ്. സിനിമയിൽ കാണിക്കുന്നത് എല്ലാം 99% കളവാണ്. അതുപോലെ മനുഷ്യന്മാർ ചെയ്ത ദുനിയാവിൽ ഒരാളും ബാക്കി ഉണ്ടാവില്ല. ഇത്
ഈ മകൻ കാർട്ടൂണിൽ കണ്ടു ഒരു മനുഷ്യന്റെ കരട് തിന്നാൽ, പച്ചയായിട്ട് തിന്നാൽ ആകാശത്തിലൂടെ പറക്കാൻ പറ്റും. ഇത് കണ്ട മകൻ അതേ അപ്പുറത്തെ വീട്ടിൽ സ്വന്തം ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൾ, ചെറിയൊരു 4 വയസ്സുള്ള മകളെ കൊണ്ടുപോയി അവിടെ കുറച്ച് അപ്പുറം ദൂരെ ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് അവരുടെ വയറ് കീറിയിട്ട് ഇതിൽ കാണിച്ചതുപോലെ കരടെടുത്തിട്ട് വരുന്നുണ്ട്. ഇവരെ പറക്കാനൊന്നും പറ്റിയിട്ടില്ല. ഈ കുട്ടിയുടെ ജീവനൊക്കെ പോയി. ആലോചിച്ചു, ഇത് എന്തിൽ നിന്ന് പഠിച്ചതാ? എവിടെ നിന്നാണ് ഈ മക്കൾ പഠിച്ചത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ കരയുമ്പോ മക്കളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്നു. നമ്മൾ കരയുമ്പോ നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുകയാണ്. മൊബൈൽ കൊടുത്തിട്ട് ഈ മകൾ മൊബൈലിലൂടെ എന്ത് കാണുന്നു എന്ന് ഉമ്മക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. ഉമ്മ ജോലിയുടെ തിരക്കിലാണ്. ഉമ്മ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഈ മകൻ യൂട്യൂബ് ഓണാക്കിയിട്ട് മക്കൾക്ക് ഇന്ന് അറിയാത്ത സംഭവമില്ല. മൊബൈലിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മുഴുവനും മൊബൈലിൽ എടുക്കാൻ മക്കൾക്ക് കഴിയും. മക്കൾക്ക് അറിയാത്തൊരു സംഭവമില്ല. ഇത് നോക്കിയിട്ട് മകന് അറിയില്ല ഇത് തെറ്റാണോ ശരിയാണോ എന്ന്. 5 വയസ്സും 6 വയസ്സും 7 വയസ്സുമുള്ള മക്കൾക്ക് അറിയില്ല. മക്കൾ കുറ്റക്കാരല്ല. ഉമ്മമാര് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ഗഹനമായി ചിന്തിക്കേണ്ട വിഷയമാണ്. മൊബൈലിലൂടെ സിനിമകളിലെ ഓരോ കട്ടിങ്ങുകളും കണ്ടിട്ട് അതിലൂടെ അടിക്കുകയും അതിലൂടെ കത്തി കൊണ്ട് കുത്തുകയും ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് മക്കൾ കാണാം. 5 വയസ്സുള്ള മകൻ ബാത്റൂമിൽ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ കെട്ടി തൂങ്ങിയിട്ട് ആത്മഹത്യ ചെയ്തു. നമ്മൾ കണ്ടതാ. ഉമ്മാന്റെ ബാത്റൂമിലുള്ള ഉമ്മാന്റെ ഷാള് കൊണ്ട് അവിടെ നിന്ന് ആ കയറിൽ അവിടെ നിന്ന് കെട്ടി തൂങ്ങിയിട്ട് മകനെ മരിച്ചു. 5 വയസ്സുള്ള കുട്ടി. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായതെന്താ? ഈ മകൻ കണ്ടു എന്ത് ചില വിഷയങ്ങളൊക്കെ മക്കൾ വാശി പിടിച്ചിട്ട് സമ്മതിക്കാത്തപ്പോൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഫാനിലും മറ്റും കെട്ടിത്തൂങ്ങുന്നത് മക്കൾ സിനിമയിലൂടെ കണ്ടിട്ട് അതുപോലെ മക്കള് പ്രാക്ടിക്കലാക്കുകയാ. മക്കൾക്ക് അറിയില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട വിഷയമാണെന്നുള്ളത് ചെറിയ മക്കൾക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഗൗരവത്തിൽ ഉമ്മമാരെ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്, മയക്കുമരുന്ന് കഴിച്ചിട്ട് 4ഉം 5ഉം കുട്ടികൾ കടകൾ തച്ചു തകർത്ത സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. ഇത് പറയുന്നത് കൊണ്ടാണെന്നറിയോ? ഉമ്മമാർ നമ്മുടെ മക്കളെ ശരിക്കും ഉപദേശിക്കണം. അഹബ്ബു ബിതർബിയത്തിൽ ഔലാദി ഉമ്മുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളെ തർബിയത്ത് ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അത് ഉമ്മയാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ ദർസ് നടക്കുന്ന സമയം, വലിയ ദർസ് നടക്കുന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെട്ടപ്പോ ഇമാം ഷാഫിഈ തങ്ങൾക്ക് ചെറിയൊരു വിഷമായിട്ട് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ശിഷ്യന്മാരെ, നിങ്ങൾ ചില സമയത്ത് എന്റെ സ്വഭാവത്തിൽ ചില മോശത്തരം നിങ്ങൾ കാണുന്നുണ്ടാകും. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇമാം മഹാന്മാരുടെ സൂക്ഷ്മത നിങ്ങൾ നോക്കണം. നമ്മുടെ മക്കളെ അത്രയും സൂക്ഷ്മതയോട് കൂടെ നമുക്ക് വളർത്താൻ കഴിയണം. ഏത് രൂപത്തിലും നമ്മൾ എന്ത് മക്കൾക്ക് നൽകുന്നുണ്ടെങ്കിലും മുലപ്പാല് മുതൽ മക്കളുടെ ജീവിതം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. ആത്മീയതയിലൂടെ ശുദ്ധിയിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുവരേണ്ടതുണ്ട് എന്നതിന് വലിയ ഉദാഹരണമാണ് ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു. നിങ്ങൾക്കറിയോ, ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ മുല കുടിക്കുന്ന സമയത്ത് എന്നെ ഉമ്മ വീട്ടിൽ അവിടെ നിന്ന് കിടത്തി ഉറക്കിയിട്ട് എന്നെ ഉമ്മ അവിടെ നിന്ന് വേറെ പണി ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തുപോയി. ആ സമയത്ത് ഞാൻ വീട്ടിൽ കരയുകയായിരുന്നു. ഞാൻ വിശന്നിട്ട് കരഞ്ഞ സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഉടനെ വാരിയെടുത്തിട്ട് അവർ എനിക്ക് എന്ത് ചെയ്തു? അവരുടെ മുല എനിക്ക് തന്നു കുടിക്കാൻ വേണ്ടിയിട്ട് പാല് തന്നു. ഈ പാല് ഞാൻ കുടിക്കുന്നത് ഞാൻ വരുമ്പോൾ എന്റെ വാപ്പ കണ്ടു. ഉടനെ എന്നെ വലിച്ചെടുത്തിട്ട് എന്റെ വായിലേക്ക് അവിടുന്ന് വിരല് കടത്തിയിട്ട് ആ പാല് മുഴുവനും എന്റെ വാപ്പയെ അവിടുന്ന് ഛർദിപ്പിച്ച് അവസാനം രക്തം ഛർദിക്കുന്നത് വരെ എന്റെ വാപ്പ അവിടെ നിന്ന് എന്റെ വായിലേക്ക് വിരലിട്ട് ഛർദിപ്പിച്ചു കളഞ്ഞു. എന്തേ കാരണം എന്നറിയോ? എനിക്ക് തന്ന പാല് തന്ന ആ സ്ത്രീ സ്വഭാവം മോശമായ ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് എന്റെ വാപ്പ അവിടെ നിന്ന് എന്നെ ഛർദിപ്പിച്ചു. പക്ഷേ അതിന്റെ ചെറിയ അംശം എന്തോ ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ സ്വഭാവത്തിൽ ചെറിയ മോശത്തരമുള്ളത് എന്ന് മക്കളോട്, ശിഷ്യന്മാരോട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇമാം ഷാഫിഈ തങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മോശത്തരം ഉണ്ടായിരുന്നില്ല.
ഒരു മോശത്തരവും ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് ചില മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ സ്വഭാവത്തെ കുറിച്ച് മഹാനവർകൾ അത്രയും സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലാലയങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോ നമ്മുടെ മക്കളെ നമ്മൾ മടിത്തട്ടിലിരുത്തിയിട്ട് അല്ലെങ്കിൽ അടുത്തിരുത്തിയിട്ട് നമ്മുടെ മക്കളോട് ചില സംഭാഷണങ്ങൾ നടത്താൻ ഉമ്മമാരെ തയ്യാറാവണം, വാപ്പമാര് തയ്യാറാവണം. ഉമ്മമാര് പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അടുത്ത് വരുത്തിയിട്ട് ചില ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരു സമയം കണ്ടെത്തണം. നമ്മൾ വളരെ ബിസിയായിരിക്കും. എന്താ ബിസി? ഒന്നെങ്കിലും ഫോണിലൂടെ കുത്തിക്കളിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും ടിക്ടോക്ക് നോക്കുക. ഇതല്ലാതെ വേറെ തിരക്കൊന്നുമില്ല. ഒരു ദിവസത്തിൽ അരമണിക്കൂർ 1 മണിക്കൂർ സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ആരും അത്രയും വലിയ തിരക്കുള്ള ആളുകൾ ആരും ഉണ്ടാവില്ല. എന്നാൽ ഒരു സമയം നമ്മുടെ മക്കളെ വിളിക്കണം, വിളിച്ചടുത്തിരുത്തണം, ഇരുത്തിയിട്ട് മക്കളോട് ഉപദേശിക്കണം. വല്ലാതെ ലഹരിയിൽ കുതിർന്നുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ മക്കൾ വരെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ചോക്ലേറ്റുകൾ മക്കളെ കയ്യിൽ സ്കൂളിൽ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ കൊടുത്തുവിടാറുണ്ട്. ചെറിയ ചെറിയ ചോക്ലേറ്റുകൾ കൊടുക്കുകയാണ്. ഇത് കുട്ടി കഴിക്കുന്നത് നല്ല ചോക്ലേറ്റ് കിട്ടിയാൽ മക്കൾ കഴിക്കും. എന്തിനാ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിക്കും, അതുകൊണ്ട് എന്താ ഇവർക്ക് ഗുണം? ഇതിൽ ചെറിയ ലഹരികൾ കലർത്തിയിട്ട് ചോക്ലേറ്റ് കൊടുത്താൽ ഈ ലഹരി കുട്ടികൾ കഴിച്ചാൽ പിന്നീട് വലിയ ലഹരിയുടെ മാഫിയായിട്ട് ഇവർ മാറും. പിന്നീട് വലിയ ഉൽപാദനങ്ങൾ, വലിയ കച്ചവടങ്ങൾ, വലിയ ലാഭങ്ങൾ ഈ മകനെ കൊണ്ട് കൊയ്യാൻ പറ്റും ഇവർക്ക്. അങ്ങനെ ചെറിയ ചെറിയ ലഹരി വസ്തുക്കൾ മിഠായികളിൽ കലർത്തി കൊടുക്കുന്ന എത്രയോ മാഫിയകൾ ഇന്ന് സ്കൂളിന്റെ കലാലയങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ പതുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ വരവേശി പിടിക്കാൻ വളരെ ഗൗരവത്തിൽ ഉമ്മമാർ അടുത്തിരുത്തിയിട്ട് ഉപദേശിക്കണം. എത്ര വലിയ മകനാണെങ്കിലും ആ മകനോട് പറയണം. ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിയോടും പറയണം. ആ ചെറിയ കുട്ടികളോട് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. എന്താ പറയേണ്ടത്? മോനെ, ആര് എന്ത് തന്നാലും ശരി, ഒന്നുകിൽ വാങ്ങരുത്, വാങ്ങിയാൽ തന്നെ ഞങ്ങളുടെ സമ്മതമില്ലാതെ, എന്റെ സമ്മതമില്ലാതെ നീ കഴിക്കാൻ പാടില്ല. ഈ ഉപദേശം നിർബന്ധമായി നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇന്ന് കലാലയങ്ങളിൽ ഇതിനടുത്ത് നിങ്ങൾ കണ്ടു കാണും, ഒരു 4 വയസ്സുള്ളൊരു പെൺകുട്ടി വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ശരീരത്തിനും മറ്റു സ്വഭാവത്തിനും ഒക്കെ വല്ലാതെ കുട്ടിയുടെ മാറ്റം കണ്ടപ്പോൾ ഈ മകളെ അവിടെ നിന്ന് കൗൺസിലിംഗിന് വിധേയമാക്കി മകളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ക്ലാസ്സുകളൊക്കെ കൊടുത്തതിന് ശേഷം, മോട്ടിവേഷൻ നടത്തിയതിനു ശേഷം ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ഈ കുട്ടി അവിടെ നിന്ന് തന്റെ കുപ്പായത്തിന്റെ കൈ ഇങ്ങനെ പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തപ്പോ ഈ കുട്ടി കയ്യിൽ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തു കൊണ്ട് മുറിക്കുകയാണ്. കൈ മുറിച്ചിട്ട് ആ മുറിച്ച സ്ഥലത്തേക്ക് സെന്റിന്റെ കുപ്പി പോലെയുള്ള ഒരു ചെറിയ ചെറിയ കുപ്പിയിൽ ഒരു ചെറിയ വെള്ളം മരുന്ന് അവർ കൊടുക്കുന്നു. അത് ആ മുറിയിലേക്ക് തേച്ചു കൊടുത്താൽ ആ മുറിയിലേക്ക് ഈ മരുന്ന് കടന്നു ചെല്ലുന്ന സമയത്ത് ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? വല്ലാത്തൊരു ശരീരത്തിന് വല്ലാത്തൊരു ലഹരി ഉണ്ടാകുന്നു, വല്ലാത്ത റാഹത്തുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് വളരെ ഗൗരവം. 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കിയേ, നമ്മൾ എത്ര മക്കളാ കലാലയങ്ങളിലേക്ക് കടന്നു പോകുന്നത്? നമ്മൾ എത്ര മക്കളാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് പോകുന്നത്? നാം ചിന്തിക്കേണ്ട വിഷയമല്ലേ? അതുകൊണ്ട് മക്കളോട് നന്നായി ഉപദേശിക്കണം, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം, മക്കൾക്ക് നല്ല അറിവ് പറഞ്ഞു കൊടുക്കണം. ദീനിയായ കാര്യങ്ങൾ മക്കൾ പഠിക്കുന്നതിൽ നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. നിർബന്ധമായും മക്കളോട് ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ നിർബന്ധിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ മക്കളെ തർബിയത്ത് ചെയ്യുന്നതിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയൊരിക്കൽ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവർകൾ പറയുന്നു, നോമ്പ് നോക്കിയ ആളുകൾ ഖബറിൽ നിന്ന് പുറപ്പെടും. എങ്ങനെയാ പുറപ്പെടുന്നത്? അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ നല്ല സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെ വായിൽ നിന്ന്. എന്താണ് അത്? കസ്തൂരിയേക്കാൾ പവറുള്ള വാസന, കസ്തൂരിയേക്കാൾ പവറുള്ള സുഗന്ധം. അവര് നോമ്പുകാര് ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ വായിൽ നിന്ന് പുറത്തു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക.
മഹാനായ മഖ്ബൂൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. മറ്റൊരു ഹദീസിൽ കാണാം യറൂഹു അഹ്ലുൽ ജന്ന ബിറായിഹത്തുൻ വയഖൂലൂന റബ്ബനാ മാ വജദ്നാ ആലിഹൻ മുൻദു ദഖൽനൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് ഒരു സുഗന്ധം അടിച്ചു വീശുന്നു. സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഒരു സുഗന്ധം അടിച്ചു വീശുന്നു. സ്വർഗത്തിലുള്ള ആളുകൾ പറയുന്നു, പഠിച്ചവരെ, സ്വർഗത്തിലെത്തുമ്പോൾ ഇതിനെക്കാളും നല്ല സുഗന്ധം ഞങ്ങൾ വാസനിച്ചിട്ടില്ലല്ലോ അല്ലാഹ്. ഇതിനെക്കാളും നല്ലൊരു സുഗന്ധം ഈ സ്വർഗത്തിൽ ഞങ്ങൾ കടന്നതിന് ശേഷം ഞങ്ങൾക്ക് വാസനിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊരു സുഗന്ധമാണ് റബ്ബേ ഇത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹു തആല അവരോട് പറയുന്നത്രേ, സ്വർഗത്തിലുള്ള ആളുകളോട് ഇത് നോമ്പുകാരുടെ വായിൽ നിന്ന് വരുന്ന സുഗന്ധമാണ്. നോമ്പുകാരുടെ വായിൽ നിന്ന് വരുന്ന സുഗന്ധമാണിത് എന്ന് അവിടുന്ന് മഹാബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. സ്വർഗ്ഗക്കാരോട് മറുപടി കൊടുക്കുമെന്നാണ്. ഇത്രയും വലിയ പവർ നോമ്പുകാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്വലാത്തി വസിയാമി ഫലമാ ദഫന കാന യഫൂഹു മിൻ ദുറാബി ഖബരിഹി റാഹിയത്തുൽ മിസ്ക്. അവരുടെ കബറും അവരുടെ കഫംപുടവയും എല്ലാം സുഗന്ധം കൊണ്ട് നിറയും. നോമ്പുകാരന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം കൊണ്ട് കബറുകളൊക്കെ നിറഞ്ഞു മറിയും. അത്രയും വലിയ സുഗന്ധം അവർക്കുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ആലിബ് തങ്ങൾ പറയുന്നു, അതേ ഒരു നോമ്പുകാരനായ ഒരാള് മരണപ്പെട്ടു. നല്ല നോമ്പെടുക്കുന്ന നിസ്കരിക്കുന്ന നല്ല ഒരു വ്യക്തി. ദഫന, അദ്ദേഹത്തെ മറമാടി ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മറമാടി. അദ്ദേഹത്തെ ഞാൻ അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ ഞാൻ കഫം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഖബറിലേക്ക് മറമാടിയപ്പോ വല്ലാത്തൊരു സുഗന്ധം വന്നിരുന്നു. വല്ലാത്തൊരു സുഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. മണ്ണിൽ നിന്നും ഖബറിൽ നിന്നും വല്ലാത്തൊരു പരിമളം വന്നിരുന്നു. അത് എന്താണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, അത് ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ കിടന്ന പട്ടിണിയുടെയും നോമ്പിന്റെയും സുഗന്ധമാണ്. ഖുർആൻ ഓതുന്നവർക്ക് സുഗന്ധം ഉണ്ടാവും ആ ഖബർസ്ഥാനിൽ. ഖുർആൻ ഓതുന്നവർക്ക് ഖുർആൻ ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഖുർആൻ ഓതുന്നവർക്ക് ഖബറിൽ സുഗന്ധം ഉണ്ടാകും. ആ നാവിൽ നിന്ന് വായിൽ നിന്ന് സുഗന്ധം പുറപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അഭിവാദത്തിൽ പെടുത്തട്ടെ. ഇനി നോമ്പിനെ ബഹുമാനിക്കാത്തവർ, റമദാൻ മാസത്തിനെ തീരെ പരിഗണിക്കാത്തവർ, അങ്ങനെ ചില ആളുകളുണ്ട്. രോഗികളാണ്, നോമ്പെടുക്കാൻ പറ്റുന്നില്ല, ഓക്കെ, പക്ഷേ നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അവർ പരസ്യമായിട്ട് സിഗരറ്റ് വലിക്കാം. നോമ്പിനെ അവർ നിസ്സാരപ്പെടുത്തിയിട്ട് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, ഞാൻ രോഗിയല്ലേ, എനിക്ക് നോമ്പെടുക്കാനൊന്നും പറ്റൂല, കാണുന്നവർക്ക് അറിയില്ല, എനിക്ക് സുഖമില്ലാതെ, എനിക്ക് വയസ്സായി പ്രായമായി, അതുകൊണ്ട് എനിക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത രോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുന്നില്ല എങ്കിലും ഈ നോമ്പിനെ പരിഹസിച്ചുകൊണ്ട് പരസ്യമായി പുകവലിക്കരുത്, പരസ്യമായി ചായ കുടിക്കരുത്, പരസ്യമായി ഭക്ഷണം കഴിക്കരുത്. അവൻ അതിനെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അവനെ മറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? നോമ്പുകാരുടെ മുമ്പിൽ കഴിക്കാൻ പാടില്ല. അതിനെ ബഹുമാനിക്കണം. അതിന്റെ ബഹുമാനമുണ്ട്. അതിനെ ബഹുമാനിക്കാത്തവനോ റമദാനിൽ പരസ്യമായി റമദാനിനെ ബഹുമാനിക്കാതെ തിന്നവൻ, റമദാനിനെ പരസ്യമായി റമദാനിനെ ആക്ഷേപിച്ചവൻ, അവനാണ് നാശമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമൽ ഖിയാമത്തി ബിഅബ്ദിൻ, ഒരു അടിമയെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. യഗ്രിമൂന വയഗ്രിമൂന വയതഅല്ലഖു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കാണുന്നു, മലക്കുകൾ അവനെ അടിക്കുന്നു. അതുപോലെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് സബാനിയാക്കളാകുന്ന മലക്കുകൾ വലിച്ചു കൊണ്ടുപോകുന്നു. ഇത് കണ്ടപ്പോ നബി തങ്ങൾ ചോദിച്ചു, മാ ദംബുഹു, അവൻ എന്താണ് ചെയ്ത തെറ്റെന്താണ്? അവൻ ഇങ്ങനെ ശിക്ഷിക്കാൻ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, അതൊക്കെ റമദാൻ മാസം അവനിക്കെത്തി.
ആ മാസത്തിൽ അതിന് എതിര് പ്രവർത്തിച്ചു, ആ മാസത്തെ അവരെ ബഹുമാനിച്ചില്ല, ആ മാസത്തെ അവരെ എതിര് പ്രവർത്തിച്ചു, ആ മാസത്തിൽ അവരെ തെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ വല്ലാത്ത വേദന തോന്നിപ്പോയി. എന്റെ ഉമ്മത്താണല്ലോ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയല്ലേ ഇങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് നബിതങ്ങൾ എന്ത് ചെയ്തു? ആ മനുഷ്യന് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്തു. ഈ ശഫാഅത്ത് ചെയ്തപ്പോ അവിടുന്ന് ഒരു വിളി കേൾക്കുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന ഹസബഹു റമദാൻ, അദ്ദേഹത്തിന് എതിര് നിന്നിട്ടുള്ളത് റമദാനാണ്, അദ്ദേഹത്തിന് എതിരായി സാക്ഷി നിന്നത് റമദാനാണ് നബിയെ. വയഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ശഫാഅത്ത് തേടരുത്, റമദാൻ മാസമാണ് അദ്ദേഹത്തിന് എതിര് നിന്നത്. വയഖൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അന ബരീഉം മിമ്മൻ ഹസബഹു റമദാൻ, റമദാൻ എതിര് നിന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശുപാർശ ചെയ്യുന്നില്ല, ശഫാഅത്ത് ചെയ്യുന്നില്ല, ഞാൻ ഒഴിവാണ്, എനിക്കതിനെ കൊണ്ട് ശഫാഅത്ത് ചെയ്യാൻ പറ്റൂല. റമദാന് നമുക്ക് എതിരായിട്ട് സാക്ഷി നിന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എതിരായി സാക്ഷി നിന്നാൽ നബി തങ്ങൾ വരെ ഒഴിവാകുകയാണ്, വിധങ്ങൾ ഒഴിവാകുകയാണ്. ഞാനില്ല, എനിക്ക് പറ്റൂല, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിന്റെ സക്കാത്തുണ്ട്, നബി തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി ശൈഇൻ സക്കാ, എല്ലാ വസ്തുവിനും സക്കാത്തുണ്ട്. വസക്കാത്തുൽ ജസദി യസ്സൗം, നിങ്ങളുടെ ശരീരത്തിന്റെ സക്കാത്ത് നോമ്പാണ്. എല്ലാ വസ്തുവിനും സക്കാത്തുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ സക്കാത്ത് നോമ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റമദാൻ മാസത്തിൽ ഒരാൾ തസ്ബീഹ് ചൊല്ലിയാൽ, തസ്ബീഹത്തും ഫീ റമദാൻ, റമദാൻ മാസത്തിൽ ഒരാൾ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, അഫ്ളലു മിൻ അൽഫി തസ്ബീഹിൻ ഫീ ഗൈരിഹി, മറ്റുള്ള മാസത്തിൽ 1000 തസ്ബീഹ് ചൊല്ലിയതിന്റെ തുല്യമാണ്, മറ്റുള്ള മാസത്തിൽ 1000 തസ്ബീഹ് ചൊല്ലിയതിന്റെ തുല്യമാണ്. റമദാൻ മാസത്തിൽ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, വീണ്ടും നബി തങ്ങൾ പറയുന്നു, മൻ ഹദറ മജ്ലിസുൽ ഇൽമി ഫീ റമദാൻ, റമദാൻ മാസത്തിൽ ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ ഹദറായാൽ, ഫതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ, ആ മജ്ലിസിന് വേണ്ടിയിട്ട് അവൻ എഴുതി നടന്നു വന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു എഴുതുന്നു ഇബാദത്ത് സലാ, ഒരു വർഷം ഇബാദത്ത് ചെയ്ത പുണ്യം അല്ലാഹു എഴുതുകയാണ്. വയഖൂലു മഹിയത്തൽ അർശി, അവരെ വലിയ മഹാന്മാരുടെ വലിയ സ്ഥാനം അലങ്കരിച്ചവരുടെ കൂടെ അല്ലാഹു ഉൾപ്പെടുത്തുന്നതാണ്. അല്ലാഹു നമ്മളെ വിഭാഗത്തിൽ പെടുത്തട്ടെ. നമ്മുടെ വിശുദ്ധമായ റമദാനിൽ ഈ മജ്ലിസിൽ ഇരുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റഹ്മത്തിന്റെ വർഷായ ഒന്നാമത്തെ അല്ലാഹുവിനോട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സുകളിൽ സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ റമദാനിൽ പ്രത്യേകമായി പറയേണ്ട ഒരു നിമിതങ്ങൾ പറഞ്ഞത് 4 കാര്യം നിങ്ങൾ ആ റമദാനിൽ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണം. ഹസ്നത്തൈനി തർദൂന ബിഹിമാ റബ്ബക്കും വഹസ്നത്തൈനി ലാഇനാ ബിക്കും അൻഹുമാ, അല്ലാഹുവിന്റെ വലിയ തൃപ്തിയുള്ളതും വലിയ അത്യാവശ്യമായി ഒരാൾ ചെയ്യേണ്ടതുമായ 4 കാര്യങ്ങൾ. 1, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ നിസ്കാരത്തിന് ശേഷം പറയുന്നു. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എല്ലാ സമയത്തും റമദാനിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇതാണ് 2 അല്ലാഹുവിന്റെ തൃപ്തിയുള്ള 2 കാര്യം. പിന്നെ 2 കൂടാതെ കഴിയാത്ത 2 കാര്യം. അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, സ്വർഗ്ഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുകയും ചെയ്യുക. നരകമോചനത്തിന്റെ 10 വരുന്നുണ്ട്, സ്വർഗ്ഗം ചോദിക്കുന്നതിനും നരകത്തിന്റെ മോചനത്തിന്റെയും 10 വരുന്നുണ്ട്. മഗ്ഫിറത്തിന്റെ 10 കടന്നു വരാനുണ്ട്,
റമദാനിൽ ലൈലത്തുൽ ഖദർ കടന്നു വരുന്നുണ്ട്. വലിയ പുണ്യമുള്ള 1000 മാസത്തേക്കാൾ പവറുള്ള ഒരു രാത്രി അല്ലാഹു വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രിയിലെ ഒറ്റയായ രാത്രികളിൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ 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 പവറുള്ള പവിത്രതയുള്ള ദിവസങ്ങൾ ഇനി വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത വരും ക്ലാസുകളിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحمن الملك الجبار راج سيدنا مالك الملك يا رب. പാവങ്ങളായ ഞങ്ങളുടെ ചൊല്ലിയതും പറഞ്ഞതുമായ എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണം റഹ്മാനേ. ഈ ഇരുത്തം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ് റബ്ബേ. അറിയാതെയും അറിഞ്ഞും ഒരുപാട് തെറ്റുകൾ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനേ. അല്ലാഹ്, നീ ഗഫൂറാണ്, നീ റഹീമാണ്, നീ പുറത്തു തരുന്നവനാണ്, നീ മാപ്പ് ചെയ്യുന്നവനാണ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ അറിയാതെയും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും വന്ന സർവ്വ തെറ്റുകളും നീ മാപ്പാക്കണേ റബ്ബേ. നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്, നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ചു പോയ സർവ്വ തെറ്റുകളും നീ കഴിഞ്ഞ് ശുദ്ധിയാക്കണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനാക്കണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളെ കൊണ്ട് തലകുലിക്കുന്ന അവസ്ഥ നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ തെമ്മാടികളാക്കല്ലേ റബ്ബേ. അല്ലാഹ്, മാതാപിതാക്കൾക്ക് ഉപകാരമില്ലാത്ത മക്കളാക്കല്ലേ അല്ലാഹ്. ജനങ്ങളെ കൊണ്ട്, നാട്ടുകാരെ കൊണ്ട്, ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. നല്ല മക്കളാക്കണേ അല്ലാഹ്. ദീനിലും ദുനിയാവിലും അപ്പുറത്തുള്ള മക്കളാക്കണേ റബ്ബേ. അല്ലാഹ്, നാളെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ, കബറിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം. ഞങ്ങൾക്ക് വേണ്ടി ദിക്റുകൾ കഴിക്കുന്ന മക്കളാകണം. അല്ലാഹ്, ദിക്ർ കഴിക്കേണ്ടതില്ല, മൗലൂദ് കഴിക്കേണ്ടതില്ലെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളുടെ മക്കളെ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ പെടുത്തല്ലേ റഹ്മാനേ. അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ സദസ്സിലേക്ക് വന്ന ഉമ്മമാർ ഒരുപാട് രോഗികളുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, ശരീരത്തിന് വേദന അനുഭവിക്കുന്നവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുണ്ട്, മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, നീ എല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഈ പള്ളിപ്പറമ്പിൽ ചുറ്റും മറവട്ട് കിടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുണ്ട് അല്ലാഹ്. പടച്ചവനെ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. വല്ല അദാബുണ്ടെങ്കിൽ റബ്ബേ, റമദാന്റെ ബർക്കത്ത് കൊണ്ട് നീ അവിടുന്ന് മാറ്റി കൊടുക്കണേ റഹ്മാനേ. നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിന്റെ വേദനകള്, മുട്ടുവേദനകള്, ഊരവേദനകള്, കൈകാലങ്ങളെ ചിരികള്, ഇതുപോലെ പലവിധ വിഷമങ്ങളുള്ളവരുണ്ട്, നീ മാറ്റണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഈ നാട്ടിലെ ഉമ്മമാർ അല്ലാഹ് മാസത്തിൽ ബദരിയത്ത് മജ്‌ലിസ് കഴിക്കുമ്പോ, സലാത്ത് കഴിക്കുമ്പോ അല്ലാഹ് അതിന് വേണ്ട ഭക്ഷണങ്ങൾ, ശീരണികൾ ഉണ്ടാക്കി തരുന്നവരാണോ റഹ്മാനേ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള എല്ലാവിധ പ്രതിഫലവും നീ കൊടുക്കണേ അല്ലാഹ്. അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.
പടച്ചവനെ അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യ മക്കളെ രോഗികളാണെങ്കിൽ അല്ലാഹുവേ രോഗത്തിന് ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഭാര്യ മക്കളെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. അല്ലാ അവരെ ഒരു ചതിയിലും ഒരു പ്രയാസത്തിലും ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെടുത്തല്ലേ റഹ്മാനേ. ഒരു പ്രയാസത്തിലും നീ പെടുത്തല്ലേ അല്ലാ. അവര് പാവങ്ങളാണല്ലാ. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് റബ്ബേ. അറിയാതെ അവരുടെ വിഷമങ്ങൾ അവരെ മാത്രം ഉള്ളിൽ ഒതുക്കിയിട്ട് പ്രയാസങ്ങളെ വിഷമങ്ങളെ ഒതുക്കി ജീവിക്കുന്ന എത്രയോ സഹോദരിമാർ, എത്രയോ ആളുകളൊക്കെ വിഷമങ്ങൾ പറഞ്ഞവരുണ്ട് റബ്ബേ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. ഒരുപാട് അക്രമങ്ങൾ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അനുഭവിക്കുന്ന ഭാര്യമാർ ഒന്ന് സ്വഭാവം നന്നായി കിട്ടണം ഉസ്താദേ ചെയ്യണമെന്ന് പല സദസ്സിലും പറഞ്ഞവരുണ്ട്. അല്ലാ സഹോദരിമാരെ വിഷമങ്ങൾ നീ തീർക്കണേ അല്ലാ. റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കണേ അല്ലാ. ഖൈറിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ അല്ലാ. ഈ റമദാന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷം കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. തന്ന മക്കളെ നീ സ്വാധീനിക്കണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും അല്ലാ നീ ശിഫയാക്കണേ റബ്ബേ. നീ ശിഫയാക്കണേ റബ്ബേ. ആര് കൈവിട്ടാലും റബ്ബാകുന്നത് ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ. കൈയൊഴിയല്ല റഹ്മാനേ. ആര് ഞങ്ങളെ പരിഹസിച്ചാലും, ആര് ഞങ്ങളെ കളിയാക്കിയാലും, ആര് ഞങ്ങളെ ആക്ഷേപിച്ചാലും, ആര് ഞങ്ങളെ ആരോപിച്ചാലും, ആര് ഞങ്ങളെ എന്ത് പറഞ്ഞാലും പടച്ചവനെ ഞങ്ങൾക്ക് ദുനിയാവിൽ അത് പ്രശ്നമല്ല റബ്ബേ. നിന്റെ ഖജനാവിൽ നിന്റെ അടുക്കൽ നിന്റെ ദർബാറിലേക്ക് ഞങ്ങളെ കൈ ഉയർത്തിയത്, നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ എത്തുമ്പോ നീ കൈവിടല്ല റഹ്മാനേ. നീ കൈയൊഴിയല്ല റഹ്മാനേ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. പറയുന്നവര് പാപിയാണ്, ഒരുപാട് ദോഷം ചെയ്തവരാണ്, ഒരുപാട് അമല് ചെയ്യുന്നില്ല, ഒരുപാട് നിസ്കാരങ്ങളും ദിക്റുകളൊന്നും ഇല്ലാത്ത പാപിയാണ് റബ്ബേ. ഒന്നും അറിയാത്ത പാവങ്ങളായ ഞങ്ങൾ പിന്നെ ധിക്കരിച്ചത് കൊണ്ടല്ല, സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അല്ലാഹ് മുതഅല്ലിമായ പാപിയായ ഞാൻ ചോദിക്കുന്നതിലുപരി ഇവിടെ നല്ല സ്വാലിഹിത്തായ ഉമ്മമാർ ആമീൻ പറയുന്നുണ്ട്, നല്ല ആബിദീങ്ങളായ ബാപ്പമാർ ആമീൻ പറയുന്നുണ്ട്. അവരെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് ഈ പാവപ്പെട്ട ദോഷിയായ മുതഅല്ലിമിന്റെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റമദാനിൽ കബൂലാക്കണേ അല്ലാഹ്. വേണ്ട വിധത്തിൽ നോമ്പെടുത്തിട്ടുണ്ടോ? നോമ്പിൽ നീ പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ? അല്ലാഹ് അറിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളുടെ സാഹചര്യത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ അറിയില്ല. അല്ലാഹ് നീ പൊറുക്കണം റഹ്മാനേ. നീ പൊറുക്കണം റഹ്മാനേ. വേണ്ട വിധത്തിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് നിന്നെ ധിക്കരിച്ചത് കൊണ്ടല്ല, അല്ലാഹ് ശരീരത്തിന് ശൈത്താന്റെ പ്രേരണ കൊണ്ടായിരിക്കാം ഇബാദത്തുകളിൽ വഴി കാണിക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ ഓതിയിട്ടുണ്ടോ? വേണ്ടതുപോലെ ഖുർആൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് റമദാനിൽ ഓരോ ഖത്മുകൾ തീർത്ത മഹാന്മാരുണ്ട്, ഓരോ ദിവസം ഓരോ ഖത്മുകൾ തീർത്ത മഹാന്മാരുണ്ട്. ഒരു പേജ് പോലും ഓടാൻ കഴിയാത്തവരാണ് ഞങ്ങൾ. ഖുർആൻ വേണ്ടതുപോലെ നിങ്ങൾക്ക് ഓടാൻ കഴിയുന്നില്ല. അധികരിച്ചു ഓടണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ. അതിനുള്ള തൗഫീഖും അതിനുള്ള ഭാഗ്യവും അതിനുള്ള ആഗ്രഹവും ഞങ്ങൾ മനസ്സിലിട്ട് തരണേ അല്ലാഹ്. ഖുർആനുമായി നല്ല ബന്ധം വേണം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ ലഹരി നമുക്ക് കിട്ടുന്നുണ്ട്. ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അതിൻ്റെതായ സന്തോഷം ലഭിക്കുന്നുണ്ട്. ഖുർആൻ ഓതുമ്പോൾ വീണ്ടും ഓതണമെന്ന സന്തോഷമുണ്ട്. വായിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വായന ഖുർആനാണ്. ഓതുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഖുർആനാണ്. ഓതാൻ നല്ലത് എന്ത് രസമാണെന്നറിയോ? എന്തോ ഒരു രസമാണ്. സമയം പോയത് അറിയില്ല. ഖുർആൻ ഓതിയിട്ട് അതിൽ നമുക്ക് ലഹരി പിടിച്ചാൽ അതുകൊണ്ട് ഖുർആനുമായി നല്ല ബന്ധം വേണം.
ഖുർആനുമായി ബന്ധമുണ്ടാകണമെങ്കിൽ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുന്നത് അത് വിശുദ്ധ ഖുർആനായിരിക്കണം. നല്ല നിലക്ക് wudu ചെയ്ത് രാവിലെ വന്ന് ഖുർആൻ എടുത്തൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് മുത്തം കൊടുത്തിട്ട് ആ ഖുർആൻ നല്ല സൂക്ഷ്മതയോടെ വെക്കണം. ഖുർആനുമായി നല്ല താല്പര്യമുണ്ടാകും, നല്ല ബന്ധമുണ്ടാകും. അല്ലാഹു നിലനിർത്തട്ടെ. ഖുർആനുമായി ബന്ധമുള്ളവരെ അല്ലാഹു കൊടുക്കട്ടെ. ഈ ദുആ നീ സ്വീകരിക്കണം റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضلك. صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.